നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് ഫഹദ് ഫാസിൽ. അച്ഛന്റെ സിനിമയിലൂടെയായിരുന്നു ഫഹദിന്റെ അരങ്ങേറ്റം. പക്ഷേ ആദ്യ സിനിമ പരാജയപ്പെട്ടു. ഇതോടെ അഭിനയത്തിൽ നിന്നു മാത്രമല്ല, രാജ്യത്ത് നിന്ന് തന്നെ ഫഹദ് വിട്ടുനിൽക്കുകയായിരുന്നു. അവിടെ നിന്നും ഫഹദ് തിരികെ വരുന്നത് സ്വന്തം കരിയർ മാത്രമല്ല, മലയാള സിനിമയുടെ മുഖം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ്. ഇന്ന് മലയാളവും കടന്ന് തമിഴിലും തെലുങ്കിലും എല്ലാം സിനിമകൾ ചെയ്യുന്ന തന്റെ അഭിനയ മികവ് കൊണ്ട് ലോകത്തിന്റെ കയ്യടി നേടുന്ന നടനായി വളർന്നിരിക്കുകയാണ് ഫഹദ് ഫാസിൽ. കഴിഞ്ഞ ദിവസം ഫഹദ് ഫാസിൽ പങ്കെടുത്ത ഇവന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സാമുവൽ വർഗീസ് ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ 1ാം വാർഷികത്തിൽ പങ്കെടുത്തതായിരുന്നു നടൻ. കണ്ണിമ ചിമ്മാതെ ഫഹദ് എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന വീഡിയോ ആണ് പ്രചരിച്ചിരുന്നത്. ഫഹദിന്റെ ചിന്ത മറ്റെവിടെയോ ആണെന്നും നടൻ എന്താണ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത് എന്നും ചോദ്യങ്ങൾ വന്നിരുന്നു. പലരും പരിഹാസ കമന്റുകളുമായി എത്തി. എന്നാൽ ഫഹദിന്റെ സാഹചര്യം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട്. ADHD ഉള്ള ആളാണ് ഫഹദ്. ഈ അവസ്ഥയിലുള്ളവർ പെട്ടെന്ന് ചിന്തകളിൽ ആഴ്ന്നിറങ്ങി പോകുന്നത് പതിവാണ്. എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയ ആ അവസ്ഥ വന്നാൽ അറിയാം. ഫഹദിന്റെ അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്, ഞാൻ അനുഭവിക്കുന്നതാണിത് എന്നിങ്ങനെ നിരവധി കമന്റുകൾ വന്നിരുന്നു. സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം, അതായത് ADHD. 2024 തനിക്ക് ADHD ഉണ്ടെന്ന് ഫഹദ് ഫാസിൽ തുറന്നു പറയുന്നത്. 41ാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ADHD കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാമെന്നും, എന്നാൽ തനിക്ക് 41ാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ല എന്നും ഫഹദ് പറഞ്ഞിട്ടുണ്ട്. തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നോസ്ഡ് ആണ്. ചില രീതിയിലുള്ള ഡിസോർഡറുകൾ എനിക്കുണ്ടെന്നാണ് ഫഹദ് പറഞ്ഞത്. ബോളിവുഡ് നടി ആലിയ ഭട്ടും തനിക്ക് ADHD ഉള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാൻ പറ്റുക, അടങ്ങിയിരിക്കാൻ പറ്റാതിരിക്കുക, ചിലപ്പോൾ സംസാരത്തിനിടയിൽ ചിന്തയിലാണ്ട് പോകുക തുടങ്ങിയവയെല്ലാം ADHD ഉള്ള ലക്ഷണങ്ങളാണ്. ഫഹദിന്റെ ഭാര്യ നടി നസ്രിയ നസീമും കഴിഞ്ഞ വർഷം താൻ നേരിടുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. മാനസികമായി തകർന്നിരിക്കുന്നതിനാൽ കുറച്ചുനാൾ മാറി നിൽക്കുകയാണെന്ന് നടി വ്യക്തമാക്കിയതാണ്. മാനസികമായി താൻ തളർന്നിരിക്കുകയാണെന്നും തനിക്ക് കുറച്ച് സമയം ആവശ്യമാണെന്നും നസ്രിയ പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എന്താണ് താൻ നേരിടുന്ന സാഹചര്യമെന്ന് നസ്രിയ കൂടുതൽ വ്യക്തമാക്കിയിട്ടില്ല. ഇത് പല അഭ്യൂഹങ്ങൾക്കും കാരണമായി. എപ്പോഴും സന്തോഷത്തോടെ മാത്രമേ നസ്രിയയെ അഭിമുഖങ്ങളിലും മറ്റും ആരാധകർ കണ്ടിട്ടുള്ളൂ. അതിനാൽ നടി പ്രസ്താവന പുറത്തുവിട്ടപ്പോൾ പല ചോദ്യങ്ങളും വന്നു. എന്നാൽ അഭ്യൂഹങ്ങളോട് നസ്രിയയോ ഫഹദ് ഫാസിലോ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇപ്പോൾ വീണ്ടും പഴയ സന്തോഷങ്ങളിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നസ്രിയ നസീം. സൂക്ഷ്മദർശിനിയാണ് നസ്രിയയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ചിത്രം മികച്ച വിജയം നേടി. കരിയറിൽ നസ്രിയ തുടരെ സിനിമകൾ ചെയ്യാറില്ല. വിവാഹശേഷമാണ് നടി സിനിമകളുടെ എണ്ണം കുറച്ചത്. 2014 ഓഗസ്റ്റ് 21 ഫഹദ് ഫാസിൽ നസ്രിയ നസീം വിവാഹം. 19ാം വയസ്സിലാണ് നസ്രിയ വിവാഹം ചെയ്യുന്നത്. അന്ന് ഫഹദിന്റെ പ്രായം 32. ഇത്രയും വലിയ പ്രായ വ്യത്യാസം അന്ന് ചർച്ചാ വിഷയമായി. കരിയറിൽ വലിയ സിനിമകൾ ചെയ്യുന്ന ഘട്ടത്തിലാണ് നസ്രിയ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. കരിയറിനേക്കാൾ കുടുംബ ജീവിതത്തിനാണ് പ്രാധാന്യമെന്ന് നസ്രിയ അന്ന് വ്യക്തമാക്കിയിരുന്നു. ക്യൂട്ട് ഗേൾ ഇമേജിൽ നസ്രിയ നസീം തമിഴകത്തും നസ്രിയ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. രാജാറാണിയാണ് നസ്രിയയുടെ ഹിറ്റായ തമിഴ് സിനിമ. സൂക്ഷ്മദർശിനിയിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ക്രിട്ടിക്സ് പുരസ്കാരം നസ്രിയയ്ക്ക് ലഭിച്ചിരുന്നു. അപ്പോഴാണ് താൻ നേരിടുന്ന സാഹചര്യം നസ്രിയ വ്യക്തമാക്കിയത്. തന്റെ 30ാം പിറന്നാൾ ദിനം, പുതുവത്സര ആഘോഷം, സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷം എന്നിവയിൽ നിന്നൊക്കെ മാറി നിന്നു. സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാനസികമായി പൂർണ്ണമായും ഷട്ട് ഡൗൺ ആയ അവസ്ഥയിലായിരുന്നു താനെന്നും നസ്രിയ നസീം അന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ബാലതാരമായ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നസ്രിയയ്ക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നല്ല അവസരങ്ങൾ ലഭിച്ചു. ഷോകളിൽ ആങ്കറായും നസ്രിയ നസീം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നായികയായപ്പോൾ നസ്രിയ നസീം സെൻസേഷനായി മാറി. അതേസമയം മലയാള സിനിമാ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പാട്രിയറ്റിൽ വില്ലനായാണ് താൻ എത്തുന്നത് എന്ന് ഫഹദ് വെളിപ്പെടുത്തിയിരുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നത് തന്നെ മുൻജന്മ ഭാഗ്യമാണെന്ന് താരം കൂട്ടിച്ചേർത്തു. സാമുവൽ വർഗീസ് ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ 1ാം വാർഷികത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഫഹദ്. അടുത്ത മലയാളം റിലീസ് പാട്രിയറ്റ് ആണ്. മമ്മൂട്ടി സാറിനും മോഹൻലാൽ സാറിനും ഒപ്പമാണ്. മുൻജന്മ ഭാഗ്യമാണ് ഇവരുടെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക എന്നത്. എല്ലാവരെയും പോലെ തന്നെ ഞാനും ആകാംക്ഷയിലാണ്. ഏപ്രിൽ 23 ചിത്രം റിലീസ് ചെയ്യും. പാട്രിയറ്റിൽ ഞാൻ വില്ലനാണ്. രംഗണ്ണൻ തീർത്ത ആവേശവും പ്രേക്ഷകർ ഇന്നും മറന്നിട്ടില്ല. ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് പ്രേക്ഷകർക്കിടയിൽ ട്രെൻഡിംഗ് ആയ ചിത്രമായിരുന്നു ഫഹദ് ഫാസിൽ നായകനായ ആവേശം എന്ന ചിത്രം.
2023 ഏപ്രിൽ 11 വിഷു റിലീസായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നത്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നായിരുന്നു നിർമ്മാണം. ജിത്തു മാധവൻ ഒരുക്കിയ ആക്ഷൻ കോമഡി ചിത്രമായിരുന്നു ആവേശം. മലയാളത്തിന് പുറത്തും വലിയ ഹിറ്റായി മാറിയ ചിത്രത്തിൽ ഫഹദ് അവതരിപ്പിച്ച രംഗണൻ എന്ന കഥാപാത്രത്തിന് ഇന്ന് കൾട്ട് സ്റ്റാറ്റസ് ആണുള്ളത്. ചിത്രത്തെ അഭിനന്ദിച്ചെത്തിയവരിൽ ആലിയ ഭട്ടിനെ പോലെയുള്ള ബോളിവുഡ് താരങ്ങൾ വരെ ഉണ്ടായിരുന്നു. സിനിമയിലെ ഫഹദിന്റെ ലുക്ക് തന്നെയാണ് പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചത്. സർവാഭരണ വിഭൂഷിതനായാണ് ഫഹദ് ചിത്രത്തിൽ എത്തിയിരുന്നത്. കഴുത്തിൽ സ്വർണ്ണമാലകളും വിരലിലെ മോതിരങ്ങളും കയ്യിലെ സ്വർണ്ണത്തളയും വളയും എല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തു. എന്നാൽ ഇതെല്ലാം ഒറിജിനൽ ഗോൾഡ് ആണെന്നാണ് സംവിധായകൻ അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. ചിത്രം പ്രേക്ഷകർക്കിടയിൽ ട്രെൻഡിംഗ് ആയി മാറിയതോടെ രണ്ടാം ഭാഗം വരുമോ എന്ന് നിരന്തര ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതിനുള്ള മറുപടിയും ഫഹദ് നൽകിയിരുന്നു. ആവേശം രണ്ടാം ഭാഗമുണ്ട്. എവിടെ ചെന്നാലും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 2027 2028 ചിത്രം സംഭവിച്ചേക്കാമെന്നാണ് ഫഹദ് പറഞ്ഞത്. ആവേശം 2 ഉണ്ടാകും. എവിടെ പോയാലും ആളുകൾ ചോദിക്കുന്നത് ആവേശത്തിന്റെ രണ്ടാം ഭാഗത്തെ പറ്റിയാണ്. 2027 2028 ചിത്രം പ്രതീക്ഷിക്കാം എന്നാണ് ഫഹദ് ഫാസിൽ പറഞ്ഞത്. വർഗീസ് ബ്ലൂ ഹിൽ ഫൗണ്ടേഷന്റെ വാർഷികാഘോഷത്തിലാണ് താരം ഈ വമ്പർ അപ്ഡേറ്റ് പുറത്തുവിട്ടത്. ഇതിനൊപ്പം മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റിൽ താൻ വില്ലനായിരിക്കുമെന്നും നടൻ പറഞ്ഞിരുന്നു. ഫഹദിന് പുറമെ മൻസൂർ അലിഖാൻ, ആശിഷ് വിദ്യാർത്ഥി, സജിൻ ഗോപു, പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ JS, റോഷൻ ഷാനവാസ്, പൂജ മോഹൻരാജ്, നീരജ രാജേന്ദ്രൻ, ശ്രീജിത് നായർ, തങ്കം മോഹൻ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ചിത്രമായിരുന്നു ഇത്. സമീർ താഹിറാണ് ആവേശത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. സുഷിൻ ഷാ ഈണം നൽകിയ ഗാനങ്ങൾ ചാർട്ട് ബീറ്റിൽ ടോപ്പിലായിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.